വർഷം 2013 കാലഘട്ടത്ത് ഒരു ഫുള്ളി ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു മിഡ് സൈസ് സെഡാൻ ഏതെടുക്കും എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്താണ് ഹ്യുണ്ടായി വെർണ, അതും ഫ്ലൂഡിക് വെർണ എന്നുള്ള മോഡൽ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിസൈൻ വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും അക്കാലത്തുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ഹ്യുണ്ടായി വെർണ തന്നെയായിരുന്നു. ഇത് നമ്മുടെ റിലേറ്റീവും നെയ്ബറുമായിട്ടുള്ള പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. ആള് സ്ഥലത്തില്ല, വിദേശത്താണ്. അപ്പോൾ കൂടുതലും വൈഫാണ് യൂസ് ചെയ്യുന്നത്. മകനെ ഞാൻ ഈ വീഡിയോയിൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ, ഈ 12 വർഷത്തെ ഒരു ഓണർഷിപ്പ് റിവ്യൂ തരാനായിട്ട് ഞാൻ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യൂസ്ഡ് ധാരാളം ഇന്ന് OLX-ലും ഫേസ്ബുക്കിലും മാർക്ക് പ്ലേസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളൊരു പ്യൂർ ആ ഒരു 1.6 പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും വേണം. കാണാൻ കാഴ്ചയിൽ ഇപ്പോഴും ഔട്ട്ഡേറ്റ് ആകാത്തൊരു ഡിസൈൻ ലാംഗ്വേജ് ഉള്ള നല്ലൊരു പ്രോപ്പർ മിഡ് സൈസ് സെഡാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും ഹ്യുണ്ടായി വെർണ, അതും ഫ്ലൂഡിക് വെർണ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പല ജനറേഷനുള്ള വെർണാസ് വന്നെങ്കിലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഒരു ഫ്ലൂഡിക് വെർണയുടെ ഡിസൈൻ ലാംഗ്വേജ് ആണ്. വർഷങ്ങളായിട്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനിത് ബുക്ക് ചെയ്യാൻ പോയൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നൊരു ഓർമ്മയാണ്. കാരണം മനോജനം ചോദിച്ച് സിൽവർ എടുക്കണം ബ്ലാക്ക് എടുക്കണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ലോങ് ടൈമിലോട്ട് ഒരു വാഹനം എടുക്കാൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട്, ആ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അന്ന് പുതിയതന്ന് ഷോറൂമിൽ എങ്ങനെ കിടന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സിൽവർ കളറായതുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഈ ഒരു കളർ ഒട്ടും ഫെയ്ഡ് ആകത്തില്ല, സ്ക്രാച്ച് വീണാലൊന്നും പെട്ടെന്ന് അറിയത്തില്ല, വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കാഴ്ചയിൽ ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ ലൈൻ്റെ ഭംഗിയാണെങ്കിലും ആ ഒരു സിൽവർ കളറിൻ്റെ ആ ഒരു എടുപ്പാണെങ്കിലും ഇപ്പോഴും ഒട്ടും ഒറ്റടാത്ത ഒരു ടൈംലെസ് ഡിസൈൻ ഫോളോ ചെയ്തു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡൽ തന്നെയാണ് ഹ്യുണ്ടായി വെർണ എനിക്ക് പേഴ്സണലി. പിന്നെ ഇത് അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഇത്രയും വർഷം കൊണ്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഇത് 32,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. അതും ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്നൊരു മോഡലാണ്. അന്നൊക്കെ ഈ ഒരു പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ 2013 ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ ഇന്ന് കാലം മാറി 12 വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മിക്കവരും പുതിയൊരു വാഹനം അല്ലെങ്കിൽ അടുത്തൊരു വാഹനം എടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കിലോട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അന്നേ ഓട്ടോമാറ്റിക്കിലോട്ട് ചിന്തിച്ച് ഇത്രയും ഫീച്ചർ ലോഡായിട്ടുള്ളൊരു വാഹനം എടുത്തുകൊണ്ട് തന്നെ ഇക്കാലത്തും ഇത് ഔട്ട്ഡേറ്റഡ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു ഉഗ്ര മോഡലാണ് ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് കിടക്കാൻ മുമ്പ് നമുക്ക് ഓണറെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണറെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഓണറുടെ മകനാണ്. അപ്പം എന്തായാലും നിവു നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നിവു എന്ത് ചെയ്യുന്നെന്നും എല്ലാം ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് നിവേക് മനോജ്. ഞാനിപ്പോൾ മാതയിലാണ്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ. അപ്പം നമ്മൾ ഈ വെർണയിലോട്ട് എത്തിയ നിവുവിന്റെ അതേ പ്രായമാണ് വണ്ടിക്ക്. നിവു ജനിച്ച വർഷം 2013 ഈ വണ്ടി എടുത്തത് 2013 നിവു വീട് വെച്ചത് 2013 വണ്ടിയുടെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 2013. മൊത്തത്തിൽ 2013 കളിയാണ്. അപ്പൊ അത്രയും വർഷം മുമ്പ് നിവു ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിവുവിന്റെ ആ ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ഇപ്പോഴും വണ്ടിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിവു ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ എറണാകുളത്ത് പോകുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗിന് ഒരു പ്രശ്നം വന്നായിരുന്നു. പിന്നെ എക്സോസ്റ്റ് സിസ്റ്റം ഫുൾ മാറ്റിയായിരുന്നു. പിന്നെ സ്റ്റിയറിംഗിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ സ്റ്റീരിയോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ലാതെ വേറെ 12 വർഷത്തിനിടയ്ക്ക് ഇത്ര ഇഷ്യൂസ് ഒക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഇതിന്റെ ഫുള്ള് എക്സോസ്റ്റ് സിസ്റ്റം കംപ്ലീറ്റ് ലീക്ക് ആയിട്ട് അതൊന്ന് കമ്പനി കൊടുത്ത് റീപ്ലേസ് ചെയ്യിച്ചായിരുന്നു. സ്റ്റിയറിംഗ് മോട്ടർ മാറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്തിടക്ക് എറണാകുളത്ത് പോയ സമയത്ത് ആ സ്പാർക്ക് പ്ലഗിന്റെ ഒരു ഇഷ്യൂ കാണിച്ചിട്ട് ചെറിയൊരു മിസ്സിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു. നിവുവിന്റെ ചേട്ടനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വിഷയം കാണിച്ച്. പെട്ടെന്ന് തന്നെ ഷോറൂമിൽ കൊണ്ടുവന്ന സമയത്ത് റെഡി സ്പെയർ അവൈലബിൾ ആയിരുന്നുകൊണ്ട് തന്നെ ഉടനെ തന്നെ ചേഞ്ച് ചെയ്ത് ഇപ്പം നിലവിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ അധികം ഓടിയിട്ടില്ല വണ്ടി. ആകെ 32,000 കിലോമീറ്ററാണ് ഇത്രയും വർഷം കൊണ്ട് വണ്ടി ഓടിയിട്ടുള്ളത്. നിസ്സാര കിലോമീറ്റർ ആയിട്ട് മാത്രം നമുക്ക് കാണാം. കൂടുതലും നിവുവിന്റെ അമ്മയാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ബിന്ദിയാമിയും ഇതിൽ ഹാപ്പിയാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അധികം എഫേർട്ട് ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ഡ്രൈവാണ്. ഇത്രയും വർഷമായിട്ടും ആകെ കുറച്ച് വിരലുണ്ടാവുന്ന കംപ്ലൈൻസും ഇഷ്യൂസും മാത്രമേ വെർണയിൽ ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു ചോയ്സ് എടുത്തുകൊണ്ട് തന്നെ ഇപ്പൊ വെർണയുടെ വില നീ കേട്ടാൻ ഞെട്ടും. കാരണം അന്ന് 2013 അതുകൊണ്ടും ഇരുട്ടേ കൂടെ ഷോറൂമിൽ പോയിരിക്കാൻ നേരത്ത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 13 ലക്ഷം രൂപയായിരുന്നു ഓൺ റോഡ് ആയത് അന്ന് ഈ വണ്ടിക്ക്. ഇന്നൊരു വെർണ എക്സസ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് നമ്മൾ എടുക്കണമെങ്കിൽ 23 ലക്ഷം രൂപ അല്ലെങ്കിൽ 22 ലക്ഷം രൂപ അടുപ്പിച്ച് ഓൺ റോഡ് വരും. അപ്പൊ അത്രയും പ്രൈസ് ഡിഫറൻസ് ഈ 12 വർഷം കൊണ്ട് വില 10 ലക്ഷത്തിലധികമാണ് വെർണയുടെ വർദ്ധിച്ചത്. അപ്പം അത്രയും ഫീച്ചേഴ്സിൽ മാറ്റം ഉണ്ടോ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ലെതർ സീറ്റ്സ്, 6 എയർ ബാഗ്സ്, അതും ഇത്രയും ഫീച്ചർ ലോഡായിട്ട് വന്നു. അന്നത്തെ കാലത്ത് വേറെ വണ്ടി ഇല്ലായിരുന്നു. ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സൺറൂഫ്, വെന്റിലേറ്റർ സീറ്റ്, അഡാസ്
ഇത്തരം കാര്യങ്ങളാണ് പുതിയതായിട്ട് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഭയങ്കരപ്പെട്ട ഫീച്ചേഴ്സിലുള്ള മാറ്റമൊന്നും പറയാനില്ല. അക്കാലത്തും ഇക്കാലത്തും ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ പിടിച്ചിരുന്നൊരു മോഡലാണ് ഹ്യുണ്ടായി വെർണ എന്നാണ് പറയേണ്ടത്. പിന്നെ ബോഡി ലൈനൊക്കെ നോക്കുവാണെങ്കിലോ ഷേപ്പ് നോക്കുവാണെങ്കിലും ഇപ്പോഴും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള മോഡലാണ്. സിൽവർ കളറായതുകൊണ്ട് തന്നെ അധികം ഫെയ്ഡ് ആയിട്ടില്ല. ഇപ്പോഴും ഒരു പുതുപുത്തൻ വാഹനം കാണുന്ന അതേ ഫീൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ കെയർ ചെയ്ത് ഉപയോഗിച്ച വാഹനം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഷോറൂം സർവീസാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ വണ്ടി കാഴ്ചയിൽ ഇപ്പോഴും ഒരു പുതിയ ഫീലുണ്ട്. അപ്പോൾ ന്യൂ ഇതിനകത്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ആകെ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളെങ്കിൽ ന്യൂ അതിനകത്ത് ഭൂരിപക്ഷം ന്യൂ ഉണ്ടായിരുന്നു. ന്യൂ ജനിച്ചപ്പോൾ തൊട്ട് ഇതിൽ യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോഴും എങ്ങനെയുണ്ട് ന്യൂവിന്? ഇതിൽ ഹാപ്പിയാണോ? ഞാൻ ഇതിൽ ഹാപ്പിയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡൊക്കെ സ്മൂത്ത് ആണ്. സ്മൂത്ത്. അപ്പൊ ഇനി ന്യൂ അടുത്ത ഒരു പുതിയ വണ്ടിയിലോട്ട് മാറുകയാണെങ്കിൽ ഏതിലോട്ട് മാറണമെന്നാണ് ന്യൂവിന്റെ ആഗ്രഹം? അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്നാലും മനസ്സിലുള്ള ഏതെങ്കിലും വണ്ടി? മനസ്സിലാണെങ്കിൽ ഡിപ്പെൻസ്. ഫാമിലി യൂസ് ആണെങ്കിൽ അത് അതിനെ പറ്റിയ വണ്ടി. എനിക്ക് പേഴ്സണൽ ആയിട്ടാണെങ്കിൽ സിവിക്കോ അല്ല എടുക്കും. പഴയ വണ്ടികളോടാണ് താല്പര്യം, പുതിയനോട്ടൊന്നും? പഴയതല്ല, പെർഫോമൻസ് ആയിട്ട്. പുതിയ എടുക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു എസ്യുവിലോട്ടായിരിക്കും? അത് ഏത് കാറ്റഗറി? സെഡാൻ തന്നെ? എസ്യുവി അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയെ പിടിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നിവുവിന്റെ വിലയേറിയ അഭിപ്രായം സമയം തന്നതിൽ ഒരുപാട് നന്ദി. ഡിസൈൻ വൈസ് നമ്മൾ നോക്കാൻ നേരത്തെ ഒരു ഫ്ലൂഡിക് വരണം. ഒരു ഫ്ലൂഡിക് ഡിസൈൻ ആണ്, ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രീതിയിലുള്ള ഡിസൈനാണ്. ബോണറ്റൊക്കെ തീരെ താന്നാണ് പോകുന്നത്. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ലൈൻസ് ഒക്കെ ബോണറ്റിന് നടുഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബമ്പറിലും അത്യാവശ്യം കട്ടിങ്ങും ഗ്രീസിങ്ങും ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും എയർ ഡാമും നമുക്ക് കാണാം. ഹെഡ്ലൈറ്റും ഡീസെന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹലോജൻ ബൾബാണ് വരുന്നത്. തൊട്ട് താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം. എന്തുകൊണ്ടോ DRL കമ്പനി കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്രണ്ട് ഡിസൈൻ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അക്കാലത്ത് ഈ ഒരു മിഡ് സൈസ് സെഡാന്റെ ഏറ്റവും വലിയ ഭംഗി നമ്മളെല്ലാം നോക്കുന്നത് സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴായിരിക്കും. ആ ഒരു പെർമനന്റ് ആയിട്ടുള്ള ലൈൻ, ആ ഒരു ഷോൾഡർ ലൈൻ വാഹനത്തിന്റെ ചുറ്റും പോകുന്നതായിട്ട് കാണാം. ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ അന്ന് വളരെ പോപ്പുലർ ആയിട്ട് വന്നത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി വെർണയൊക്കെ ആയിട്ടാണ് പ്രധാന കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത്. ഡീസെന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്നാൽ സിറ്റിയിൽ ഒരുപാട് പേര് അടിതട്ടുന്ന പ്രോബ്ലം പറയുന്നുണ്ടെങ്കിൽ വെർണയിൽ അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. പിന്നെ ഡ്യുവൽ ടോൺ അലോയിൽ നമുക്ക് കാണാം. അതും ടയർ സൈസ് വരുന്നത് 195, 55, 6, 16 ഇഞ്ച് ടയർ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡീസെന്റ് ആയിട്ടുള്ള ഒരു അലോയിലിന്റെ ഡിസൈനാണ്. അന്ന് ഡ്യുവൽ ടോൺ അലോയിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഇപ്പോഴും ഫസ്റ്റ് ടയറാണ് ഇപ്പോഴും ഈ വാഹനത്തിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. 12 വർഷം പഴക്കമുള്ള ടയറാണ് ഇപ്പോഴും ഈ വാഹനത്തിൽ കിടക്കുന്നത്. കാരണം കാര്യമായിട്ട് ഓട്ടോ ഇല്ലായിരുന്നു, എങ്കിലും ടയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. കാരണം കാലപ്പഴക്കത്തിൻ്റെതായ പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും ടയറിന്റെ കണ്ടീഷനിലൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ കൊള്ളാം. പിന്നെ ഈ മിറേഴ്സ് ഒക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അത് ഓട്ടോ ഫോൾ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് നിലവിൽ പാർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇനി നമുക്ക് റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്നോ. അപ്പോൾ റിയർ ഡിസൈൻ നോക്കാൻ നേരത്തും കാണാം ആ ഒരു ബൂട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഭയങ്കര ലുക്കായിട്ടുണ്ട്. ടെയിൽ ലാമ്പും അത്യാവശ്യം വലിയ ടെയിൽ ലാമ്പ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ്, അത് അക്കാലത്തും ഇക്കാലത്തും നമ്മുടെയൊക്കെ ഒരു ഹരം കൊള്ളിക്കുന്ന സംഭവമാണ്. പിന്നെ 1.6 എന്നുള്ളൊരു ആ ഒരു ബാഡ്ജിങ്, ആ ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വികാരമാണ്. കാരണം പെർഫോമൻസ്, ആ ഒരു റോ പെർഫോമൻസ് ഇപ്പം പല വാഹനങ്ങളിലും ഇല്ല. എല്ലാം ടെർബോ ചാർജിലും CC കുറച്ചൊക്കെ ഇറക്കുന്ന മോഡലാണ്. പക്ഷേ 1.6 ഇക്കാലത്ത് ഇല്ലെന്ന് തന്നെ പറയാം. വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. ആ ഒരു റോ പവർ, ആ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിന്റെ പവറും പെർഫോമൻസും എന്താണെന്ന് അറിയിച്ചു തരുന്ന ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വെർണ എന്നുള്ള ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ റിഫ്ലക്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഇവിടെ നോക്കാം. ഞാൻ കുറേ നേരം തപ്പിക്കളിച്ചത് ഇതിന്റെ സ്വിച്ചൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അത്യാവശ്യം വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഏതൊരു മിഡ് സൈസ് ഇടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ. സ്റ്റെപ്പിനൊന്നും ഇപ്പോഴും തൊട്ടിട്ടില്ല. ബ്രിഡ്ജ് സ്റ്റോണിന്റെ കില്ലും പുത്തൻ ടയറാണ് അകത്ത് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫീലാണ്. ഇത്രയും പഴക്കമുള്ളൊരു മോഡല് അത് ഈ ഒരു മിന്റ് കണ്ടീഷൻ നിൽക്കുന്നത് നമ്മളെ ഒരു വികാരം കൊള്ളിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്ന കുറച്ച് സംഗതികളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇനി ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഞെട്ടും, പക്ഷേ ഇതല്ല, ഇതൊരു ലേഡി യൂസ്ഡ് വാഹനത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നതല്ല. ഇനി ഇന്റീരിയർ നിങ്ങൾ മൊത്തത്തിൽ നോക്കാൻ നേരത്തെ ബീജും ബ്ലാക്കും കളർ കോംബോ ആണ് വരുന്നത്. അതും ഈ ഒരു വുഡൻ ഡ്രിം ഒന്നും ഇപ്പൊ പല വാഹനത്തിലും കാണാറില്ല. ഇതൊക്കെ അന്നത്തെ ഒരു ലക്ഷറി അല്ല ഒരു പ്രീമിയം കാറിൽ കയറുമ്പോൾ കാണുന്ന സംഗതികളായിരുന്നു. അതൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാലപ്പഴക്കത്തിൻ്റെതായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടൂറിൻ സ്റ്റീരിയോ ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല. അതൊക്കെ ഡെഡ് ആയെന്നാണ് പറയുന്നത്. പക്ഷേ ഓട്ടോ ക്ലൈമറ്റ് AC കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ലിവർ, അതുമൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇന്റീരിയർ കളർ കോംബോ, ഈ ഒരു വെന്റിലേറ്റർ സീറ്റ് പോലെ തോന്നിക്കുന്ന ഈ ഒരു പോർഷൻ, അത് ഫുള്ളി ബീജാണ് വരുന്നത്. അതും ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓട്ടോ ഡിമിംഗ് മിറർ, സൺഗ്ലാസ് ഹോൾഡർ, ഇവിടെ നമുക്ക് മിററും കാര്യങ്ങളൊക്കെ കാണാം സൺവൈസറിൽ. അതുമൊക്കെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും പറയുന്നത് ഇപ്പോഴാണ് ഈ 2025 സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് എല്ലാ വാഹനത്തിലും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇത് 2013 തന്നെ 6 എയർ ബാഗ്, സീറ്റിൽ ഉൾപ്പെടെ എയർ ബാഗ് വരുന്നൊരു മോഡലാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു. സ്റ്റിയറിംഗ് വീലൊക്കെ ഫുള്ളി ലെതർ റാപ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലെതറൊക്കെ ഫുള്ള് ഒന്ന് മോശമായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കാലപ്പഴക്കത്തിൻ്റെതായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ റിക്വസ്റ്റ് ബട്ടൺ. മിററൊക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടോ ഫോൾഡ് ആകുന്നില്ല. ഓട്ടോ
ഡൗൺ ആവുന്ന നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. മൊത്തത്തിൽ അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇപ്പോഴും ഒരു പ്രീമിയം ആ ഒരു ലക്ഷറി ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വെർണ റിയർ സീറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ വിട്ടുപോയൊരു കാര്യമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ബെൽറ്റിന് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലൊരു ഫീച്ചറാണ്. ഇവിടെ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഇരിക്കുന്നുള്ള സുഖമായിട്ട് കൈ വെച്ചിരിക്കാം. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതും കിടില ഫീച്ചറാണ്. ഇപ്പോൾ പല വാഹനങ്ങളിലും കാണാൻ കഴിയാത്ത കുറച്ച് സംഭവങ്ങളൊക്കെയാണത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ബീച്ച് കളർ ആയതുകൊണ്ട് തന്നെ നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു പ്രീമിയം ഫീൽ ഇന്റീരിയറിൽ ഇരിക്കുമ്പോൾ ഉണ്ട്. അത് മാത്രമല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ്, ഹെഡ് സ്പേസും കുഴപ്പമില്ല. ടൈ സപ്പോർട്ട് കുറച്ച് കുറവുണ്ട്. എങ്കിലും 3 പേർക്ക് ഇരിക്കണമെന്ന് വിചാരിച്ചാലും സുഖമായിട്ട് ചെയ്യാൻ. കാരണം സെൻട്രൽ ടേണിലൊക്കെ തീരെ താന്നാണ് പോകുന്നത് ഉള്ളതുകൊണ്ട് അതും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ മൊത്തത്തിൽ കൊള്ളാം. ഇന്റീരിയർ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മെയിൻ സാധനമുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ വെർണ ഓട്ടോമാറ്റിക് 1.6 ഫ്ലൂയിഡിക് എന്ന ഡ്രൈവ് ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. വണ്ടി ആദ്യം തന്നെ പറയേണ്ടത് പക്ക പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണെന്നുള്ള കാര്യമാണ്. അങ്ങേറ്റം റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. 1.6 4 സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 121 PS പവറും 155 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. സസ്പെൻഷനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് ആണ്. ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിച്ചത് റിട്ടേൺ വരാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഹ്യുണ്ടായുടെ സ്റ്റിയറിംഗ് വീൽസ് നിങ്ങൾക്ക് പൊതുവേ അറിയാം, ഹൈ സ്പീഡിലൊന്നും അധികം സ്റ്റെബിലിറ്റി ലഭിക്കത്തില്ല, ഫ്രീ ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു റോ പവർ നമുക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 1.6 എഞ്ചിൻ്റെ ആ ഒരു റഫ് ചെയ്ത് പോകുന്ന നോയിസ് ഒരു രക്ഷയില്ല. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ ഹരമായിട്ട് തന്നെ നമുക്ക് ഓടിക്കാം. പിന്നെ വണ്ടിയുടെ കാലപ്പഴക്കത്തെ നമ്മൾ മാനിച്ചുകൊണ്ടും ഒരുപാട് പഴക്കമുള്ള ടയേഴ്സാണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ടും നമ്മൾ കാര്യമായിട്ട് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി മാത്രമേ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ എങ്ങനെ നോക്കിയാലും ഓടിക്കാൻ നല്ല രസമുള്ള നല്ല എഞ്ചിൻ, നല്ല ഗിയർ ബോക്സ്. അത് ടോർക്ക് കൺവെർട്ടർ 4 സ്പീഡ് ഒരു ഓൾഡ് സ്കൂൾ ട്രാൻസ്മിഷനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. 6 സ്പീഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസിയും കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ലഭിച്ചേനെ. പക്ഷേ അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാനുള്ള ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുള്ളത് തന്നെ വളരെ എന്താ നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാത്രം നമുക്ക് കാണാം. പക്ഷേ ഇതിനാകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ അന്നും ഇന്നും ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. 10 കിലോമീറ്റർ വരെയൊക്കെ മാക്സിമം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുള്ളൂ. ഇനി ഒരു 1.6 പെട്രോൾ എഞ്ചിനും വെച്ച് ഈ ട്രാൻസ്മിഷൻ അത് ഓട്ടോമാറ്റിക്കും വെച്ച് മൈലേജ് കൂടെ കിട്ടണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ മൈലേജിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വണ്ടി നോക്കരുത്. പെർഫോമൻസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പോക്കാണ്. ഒരു തരത്തിൽ നമ്മൾ മടുപ്പിക്കത്തില്ല. പറന്നു കയറുന്നൊരു ഫീൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്രേക്കിങ്ങും അക്കാലത്ത് ABS ഡിസ്ക് ബ്രേക്സും ഒക്കെ കൊടുത്തിട്ടുള്ളത് തന്നെ കോൺഫിഡൻസ് ഒട്ടും താഴെ തന്നെ നമുക്ക് നല്ല ഹാരം കൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് വെർണ. അതിൽ യാതൊരു സംശയമില്ല. ഈ ഹോണും ഒക്കെ നമുക്ക് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണെന്നാണ് പറയേണ്ടത്. മൊത്തത്തിൽ കൊള്ള ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ഉഗ്ര സെഡാനാണ്. അപ്പോൾ യൂസ്ഡ് ബൈ ആരെങ്കിലും നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് മൈലേജ് ഒരു വിഷയമല്ല, നിങ്ങൾക്ക് പെർഫോമൻസ്, ലുക്ക്, ഫീച്ചേഴ്സ് ഒക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2025 ഇതൊരു ഗുഡ് ഓപ്ഷൻ ആണെന്നാണ് പറയേണ്ടത്. കണ്ടീഷനിൽ ഇപ്പോഴും മിൻ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുവരെ ഒരു റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. അപ്പോൾ ഇപ്പോഴും കാഴ്ചയിൽ അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നിപ്പോകും വണ്ടിയുള്ള പേഴ്സണലി. അപ്പോൾ അങ്ങനെ തോന്നിയൊരു മോഡലാണ് ഒരുപാട് കാലത്തിന് ശേഷം. അപ്പോൾ ഇത്രയും കിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ സഹായിച്ച നിവുവിനോട് ഒരുപാട് നന്ദി ഒന്നുകൂടെ പറയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.